മോർണിംഗ് സ്റ്റുഡൻസ്. ഇപ്പം നമ്മൾ ബിസിനസ് സ്റ്റഡീസിൽ ആണ് സബ്ജക്റ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ്. ഓക്കെ, വാട്ട് ഈസ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്? കേട്ടില്ലേ? സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം ഒരു പര്യാപ്തത ജോലി നേടുക എന്നുള്ളതാണ്. അതായത് ഇതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. When an individual engages in an economic activity and manage its own his own it is known as self employment. അതായത് എന്താണ്? ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഇടപെടുക, അല്ലെങ്കിൽ അയാളെ തന്നെ മാനേജ് ചെയ്യുകയും അയാളെ വർക്കിനെ മാനേജ് ചെയ്യുകയും ഒക്കെ ചെയ്യാമെന്ന് പറയുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആവുക, സെൽഫ് എംപ്ലോയി ആവുക എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അതിൽ വേറെ പ്രത്യേകിച്ച് ഒരു ടേംസ് ഒന്നും പറയാനില്ല. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ദ പേഴ്സൺ ആർ എൻഗേജ്ഡ് ഇൻ എൻ ഇക്കണോമിക് ആക്ടിവിറ്റി വിച്ച് ഈസ് ടേൺഡ് ആസ് എ വേജ് എംപ്ലോയ്മെൻറ്റ് ഓർ പെയ്ഡ് എംപ്ലോയ്മെൻറ്റ് when the persons are who engage themselves in one occupation or some business which are started and managed in their own. അതായത് എന്തും ഒരു വ്യക്തി സ്വന്തമായിട്ട് തന്നെ ഒരു ബിസിനസ് തുടങ്ങുക, മാനേജ് ചെയ്യുക, അതേപോലെ തന്നെ ഒരു എക്കണോമിക് ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആവുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നു. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇൻവോൾവ്സ് ഡൂയിങ് സംതിങ് ഇൻ വൺസ് ഓൺ ടു ഏൺ വൺസ് ലൈവ്ലിഹുഡ്. അല്ലേ, അയാൾ ഒറ്റയ്ക്കാണ് ഒരു കാര്യത്തിനെ ഡീൽ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതും. അതേപോലെ എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ബൈ എ പേഴ്സൺ ഓർ ഹി ഓർ ഷീ മേക്ക് ടേക്സ് ആൻഡ് ഹാബ്സ് ഓഫ് വൺ ഓർ ടു പേഴ്സൺ ടു അസിസ്റ്റ് ഹിം. അതായത് അയാൾ എന്താ ചെയ്യുന്നത്? അതിൻ്റെ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻ്റ് ഒക്കെ ആർക്കായിരിക്കും? അയാൾക്ക് തന്നെയായിരിക്കും. പിന്നെ അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആരെങ്കിലും അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ചേർക്കാം എന്നുള്ളതിലും, പക്ഷേ അയാളുടെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റിലായിരിക്കും ബിസിനസ് ഉണ്ടായിരിക്കാം. ദെൻ എന്താണ്? ദ ഏർണിംഗ് ഫ്രം സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഈസ് നോട്ട് ഫിക്സഡ്. അല്ലേ, ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ എന്താണ് അതിൻ്റെ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ആയിരിക്കില്ല. അതായത് അയാൾക്ക് നമുക്കത് എന്താ പറയുക, അതിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു ഫിക്സഡ് എന്താ പറയുക എംപ്ലോയ്മെൻറ്റ് ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ഇൻകം വൺ ക്യാൻ ഏൺ ബൈ പ്രൊഡ്യൂസിങ് ഓർ ബൈയിങ് സെല്ലിങ് ഗുഡ്സ് ഓർ പ്രൊവൈഡിങ് സർവീസസ് ടു അതേഴ്സ്. അല്ലേ, പിന്നെ അതെങ്ങനെയാണ് അതിൻ്റെ ഡീലിങ്സ് എന്ന് പറയുന്നത്? അതിൻ്റെ ഇൻകം, അതായത് നമ്മൾ തുടങ്ങുന്ന സംരംഭത്തിൻ്റെ അതിൽ വരുന്ന ഇൻകത്തിനനുസരിച്ചായിരിക്കും അതിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്? ഇറ്റ് റിക്വയർസ് സം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾദോ ഇറ്റ്സ് മേ ബി സ്മോൾ. അല്ലേ, അതിന് നമ്മളൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആവണമെങ്കിൽ എന്തായാലും ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. അതെപ്പോഴും എന്തെങ്കിലും ചെറിയ രൂപയായിരിക്കും നമുക്ക് ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് തുടങ്ങാനായിട്ട് ആവശ്യമായിട്ടുള്ളതെന്നാണ് പറയുന്നത്. ദെൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്? ഇപ്പം നമ്മൾ എന്തൊക്കെ നോക്കി? സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്താ നോക്കി, ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി, അതിന് ഇമ്പോർട്ടൻസ് നോക്കാം. എന്തൊക്കെയാണ് അതിന് ഇമ്പോർട്ടൻസ് എന്നുള്ളത്? എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് വൺ, അഡ്വാൻറ്റേജസ് ഓഫ് സ്മോൾ ബിസിനസ്. അല്ലേ, ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു സ്കീം അല്ലെങ്കിൽ ആ ഒരു ടേമിലേക്ക് വരുന്ന സമയത്ത് അതെന്താണ്? എല്ലാവർക്കും ഒരു സ്മോൾ ബിസിനസ്സിലേക്ക് ഒരു വലിയ അഡ്വാൻറ്റേജസ് ആണ്. കാരണം സെൽഫ് എംപ്ലോയ്മെൻറ്റ് ബിസിനസ് എപ്പോഴും എന്തായിരിക്കും? സ്മോൾ ബിസിനസ് ആയിരിക്കും മെജോറിറ്റി ഉണ്ടായിരിക്കുക. അപ്പം ഒരു സ്മോൾ ബിസിനസ് സംരംഭത്തിലേക്ക് ഒരുപാട് സ്മോൾ ബിസിനസ് എൻ്റർപ്രൈസസിലേക്ക് യൂണിറ്റ്സിലേക്കൊക്കെ നമുക്ക് എന്താണ് അഡ്വാൻറ്റേജസ് ആണെന്നാണ് പറയുന്നത്. ദെൻ പ്രിഫറൻസ് ഓവർ വേജ് എംപ്ലോയ്മെൻറ്റ്. അല്ലേ, നമുക്കൊരു വേജ് എംപ്ലോയ്മെൻറ്റിലേക്ക് ആയിരിക്കും കൂടുതൽ പ്രിഫറൻസ് ഉണ്ടാവുക. സാലറി എന്നതിനുപരി വേജസിലേക്കുള്ള പ്രിഫറൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക. ദെൻ ഡെവലപ്പിംഗ് ദ സ്പിരിറ്റ് ഓഫ് എൻ്റർപ്രണർഷിപ്പ്. അല്ലേ, എല്ലാവർക്കും ഒരു എൻ്റർപ്രണർ ആവാനുള്ള അല്ലെങ്കിൽ ഒരു സംരംഭകരാവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക വ്യാപാരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാനുള്ളൊരു ഇതിലേക്ക് ഒരു എന്താ പറയുക ഇൻട്രസ്റ്റിലേക്ക് എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിന് പറ്റുന്നുണ്ട്. പിന്നെന്താണ്? പ്രൊമോഷൻ ഓഫ് ഇൻഡിവിജ്വലൈസ്ഡ് സർവീസസ്. അല്ലേ, നമുക്ക് നമ്മളെ സർവീസസിനെ പ്രൊമോട്ട് ചെയ്യാനുള്ളൊക്കെ ഒരു സ്കില്ലുണ്ടാവും. നമ്മൾ സ്വന്തമായിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ആ ബിസിനസ്സിനെ എല്ലാവർക്കും എങ്ങനെ അതിനെ വളർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അല്ലേ, ദെൻ സ്കോപ്പ് ഓഫ് ക്രിയേറ്റിവിറ്റി. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ക്രിയേറ്റിവിറ്റിയും നമ്മുടെ ഡെവലപ്മെൻറ്റ് സ്കില്ലും നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മുടെ ഉള്ളിലുള്ള എല്ലാ സ്കില്ലിനെയും ഡെവലപ്പ് ചെയ്തിരിക്കാൻ ഒരു സ്മോൾ ബിസിനസ് കൊണ്ട് പറ്റുന്നുണ്ട്. റെഡ്യൂസിങ് ദ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. അല്ലേ, നമ്മൾ പറഞ്ഞു എല്ലാവർക്കും ഒരു സക്സസ്ഫുൾ ഒരു എൻ്റർപ്രണർ ആവുന്ന സമയത്ത് അൺഎംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്താവും? കുറയുന്നുണ്ട്, തൊഴിൽ കിട്ടാനായിട്ട് തുടങ്ങും. അപ്പം അത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. ഇതിനെന്താണ്?
അഡ്വാൻറ്റേജസ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് തരുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ട്രേഡിംഗ്. ട്രേഡിങ്ങിൽ എങ്ങനെയാണ് വരുന്നത്? Trade involves buying and selling of goods and services with a small amount of investment. One can start and run small trading unit. അതായത് എന്താ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ്സിനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് എന്താ പറയുക, ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തും കൊണ്ട് ഒരു ട്രേഡിംഗ് യൂണിറ്റ് നമുക്ക് സ്ഥാപിക്കാൻ, ട്രേഡിംഗ് വ്യവസായത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ട് ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിന് പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിനെന്താണ് രണ്ടാമത്തത്? മാനുഫാക്ചറിങ്. മാനുഫാക്ചറിങ്ങിൽ എങ്ങനെയാണ്? One can start a small industry of manufacturing bricks or producing bakery items of അല്ലേ, മാനുഫാക്ചറിങ് ലെവലിലേക്ക്. അതായത് ഇപ്പോൾ ചില ആൾക്കാർ കണ്ടിട്ടില്ലേ നിങ്ങൾ, ബ്രിക്സ്, പിന്നെ ഈ ഹോളോ ബ്രിക്സിൻ്റെ ഒക്കെ ഷോപ്സ്, അതൊക്കെ ഒരു സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയിരിക്കും. മെജോറിറ്റി ഒരു 1% ആയിരിക്കും. അതേപോലെ ബേക്കറീസ്. അപ്പം എന്താ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ആണ്. അതവിടെ എന്താ മാനുഫാക്ചർ ചെയ്യണം ഓരോ ഐറ്റം. ബേക്കറി ഐറ്റംസ് ആണ്, ഓരോ ഐറ്റംസിനും നമ്മൾ മാനുഫാക്ചർ ചെയ്യല്ലേ, ബ്രിക്സ് ആയാലും. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിലേക്കും കൂടുതൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ എന്തിനു പറ്റുന്നുണ്ട്? ഒരു സെൽഫ് എംപ്ലോയ്മെൻ്റ് അല്ലേ. ഒത്തിരി പേര് അങ്ങനെയുള്ള സംരംഭകരാവാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതിനൊക്കെ എന്താണ്, ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റലിൻ്റെ ആവശ്യമേ, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഒത്തിരി പേർക്ക് അതിൽ ജോലി കൊടുക്കാനായിട്ടും പറ്റുന്നുണ്ട്. ദെൻ പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ലോയേഴ്സ്, ഡോക്ടേഴ്സ് അല്ലേ, അതും ഒരു സെൽഫ് എംപ്ലോയ്മെൻ്റ്. ഒരു ഡോക്ടർ, ഇപ്പം ഞാനൊരു ഡോക്ടർ ആവുകയാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ക്ലിനിക്കോ അങ്ങനെയുള്ള ഒരു പ്രൊഫഷണലായിട്ട് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് അല്ലേ. ഇപ്പം ഡെൻ്റൽ ഡോക്ടേഴ്സ് ആയാലും അല്ലാത്ത ഡോക്ടേഴ്സ് ആയാലും ലോയേഴ്സ് ആയാലും ശരി. അതേപോലെ CA, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ബികോം കഴിഞ്ഞ അധികം ആൾക്കാരും CA അങ്ങനെയുള്ള പ്രൊഫഷണൽസ് കോഴ്സിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു പ്രൊഫഷണൽ യൂണിറ്റ്സിലും നമുക്കൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്താണ് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതല്ലാതെ ഇൻഡിവിജ്വൽ സർവീസസ്, അതല്ലാതെ നമ്മളെ ഇപ്പോൾ ചിലർ വണ്ടി എടുത്ത് സ്വന്തമായിട്ട് വെഹിക്കിൾ ട്രാവലിംഗ് ഏജൻസീസ് അങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ദെൻ നമ്മൾ നോക്കുന്നത് സ്മോൾ ബിസിനസ്. മീനിങ് ഓഫ് സ്മോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാ? വാട്ട് ഡു യു മീൻ ബൈ സ്മോൾ ബിസിനസ്? സ്മോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻ സൈസ്. അതായത് സ്മോൾ ബിസിനസ് ചെറിയ ബിസിനസ് ആയിരിക്കും, അതിൻ്റെ സൈസ് കുറവായിരിക്കും. അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം കുറവായിരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരിക്കും. അതേപോലെ നമ്പർ ഓഫ് വർക്കേഴ്സ്, അതിൽ സ്റ്റാഫൊക്കെ വളരെ കുറവായിരിക്കും. അതേപോലെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഈസ് ലോ. അല്ലേ, അതിൻ്റെ ഒരു എന്താ പറയുക, വോളിയം ആൻഡ് ഔട്ട്പുട്ട്, അതിൽ വരുന്ന പ്രൊഡക്ഷൻ്റെ ഔട്ട്പുട്ടും വളരെ കുറവായിരിക്കും, അതിൻ്റെ വോളിയൂംസും കുറവായിരിക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു യൂണിറ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്മോൾ ബിസിനസ് എന്ന് പറയുന്നത്. ക്യാപിറ്റലും അതിൽ താരതമ്യേന എന്തായിരിക്കും? സ്മോൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റലേ അതിനാവശ്യമായിട്ടുള്ളൂ. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സ്മോൾ ബിസിനസ് ഈസ് യൂഷ്വലി ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ 1 or few persons അല്ലേ. ചെറിയ ബിസിനസ്, സ്മോൾ ബിസിനസ് എപ്പോഴും ഒന്നെങ്കിൽ ഒരാളോ അല്ലെങ്കിൽ വളരെ കുറച്ച് 1-2 ആൾക്കാർ ചേർന്ന് നടത്തുന്ന ചെറുകിട വ്യവസായങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെയുള്ള ബിസിനസ്സാണ് എന്ന് പറയുന്നത് സ്മോൾ ബിസിനസ് എന്ന് പറയുന്നത്. ദെൻ ദ ഓണർഷിപ്പ് ടേക്ക് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ് അല്ലേ. അതിലെ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അനുസരിച്ചായിരിക്കും അതിൻ്റെ ഓണർഷിപ്പിലും അതിൻ്റെ മാനേജ്മെൻറ്റ്, അതിൻ്റെ പാർട്ടിസിപ്പേഷൻ്റെ ഒക്കെ കാര്യങ്ങളിൽ ഒരു പേഴ്സൻ്റെ ഇൻവോൾവ്മെൻറ്റ് അനുസരിച്ചായിരിക്കും വരുന്നത്. ദെൻ പാർട്ടിസിപ്പേഷൻ ഓഫ് ഓണേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ക്യൂ ഡിസിഷൻ അല്ലേ. പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കാനായിട്ട് ഒരു സ്മോൾ ബിസിനസ് കൊണ്ട് പറ്റും അല്ലെ. ചെറിയ സംരംഭമായിരിക്കും, അപ്പോൾ അതിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമ്മളെ കണ്ണും എത്തുന്നൊരു മേഖലകളിലായിരിക്കും. അപ്പോൾ തന്നെ അതിനെക്കുറിച്ച് നമുക്കൊരു ഡീലിങ്സ് അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഒരു മാനേജർക്ക് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പേഴ്സണ് സാധിക്കുന്നുണ്ട്. ദെൻ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് സ്മോൾ ബിസിനസ് ഇസ് ലിമിറ്റഡ് അല്ലേ. എപ്പോഴും അതിൻ്റെ സ്മോൾ ബിസിനസ്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ലിമിറ്റഡ് ഏരിയയിലായിരിക്കും അത് സ്ഥാപിക്കുന്നുണ്ടാവുക. പിന്നെന്താണ്? ജനറലി യൂസസ് ലോക്കൽ റിസോഴ്സസ് ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻ. അതിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് എപ്പോഴും സ്മോൾ കൈൻഡ് ഓഫ് റിസോഴ്സസ് മാത്രമേ മെജോറിറ്റി നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അത്രയാണ് ഒരു സ്മോൾ ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് സ്മോൾ ബിസിനസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? നമ്മളപ്പോൾ പറഞ്ഞു കുറേ ചെറുകിട വ്യവസായങ്ങളാണ് സ്മോൾ ബിസിനസ്. ഏതൊക്കെ വരും അതിൽ? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അല്ലെ, ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ് ഇല്ലേ, നമ്മളെ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടാവില്ലേ, അത് ഒരു സ്മോൾ ബിസിനസ് ആണ്. ദെൻ എന്താണ് സെക്കൻഡ് വൺ? എന്താ? ടൈനി ഇൻഡസ്ട്രീസ്. ടൈനി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ
സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ in which fixed capital investment in plant and machinery does not exceed rupees 1 crore. In case of certain export promotion units, investment selling is അതായത് ഒരു 1 crore മാക്സിമം 5 crore വരുന്ന ഈ പ്ലാന്റ് ആൻഡ് മെഷീനറിക്കൊക്കെ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് മാക്സിമം ഒരു 1 crore ഒക്കെ ആയിരിക്കും വരുന്നത്. അത്രയും ഇൻഡസ്ട്രീസിനെയാണ് എന്ന് പറയുക സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ദെൻ ടൈനി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? A business unit holds total fixed capital is plant and machinery does not exceed 25 lakhs. ഒരു 25 lakhs കൂടാത്ത ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ടൈനി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നു. ദെൻ എന്താണ് ആൻസിലറി ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സ് എന്ന് വെച്ചാൽ അതെന്താണെന്ന് വെച്ചാൽ എന്താണ്? The small scale industry supplies not less than 50% of its production and another industry is called അതായത് പ്രൊഡക്ഷനിൽ 50% എന്താ പറയുക കുറവുള്ള ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ആൻസിലറി ഓർ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സ് എന്ന് പറയുന്നത്. ദെൻ വില്ലേജ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ലൊക്കേറ്റഡ് ഇൻ റൂറൽ ഏരിയയിലായിരിക്കും ഉണ്ടാവുക. ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര വരും? ഒരു 50,000 അതിൻ്റെ ഉള്ളിൽ വരണേ ഒരു 50,000 മാക്സിമം വരും. റൂറൽ ഏരിയയിലുള്ള ബിസിനസ് ആയിരിക്കും. അതിൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു 50,000 ഉള്ളിൽ വരുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത് വില്ലേജ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ദെൻ കോട്ടേജ് ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്. കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ്? ദേ യൂസ്ഡ് സിമ്പിൾ എക്യുപ്മെൻറ്റ്സ് വിത്ത് ടെക്നോളജി ഫോർ പ്രൊഡക്ഷൻ. കോട്ടേജ് ഇൻഡസ്ട്രീസ് ആർ ക്യാരിഡ് ഓൺ ഹോളി ഓർ പ്രൈമറിലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെമ്പേഴ്സ്. അതായത് അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവായിരിക്കും. അത് മാക്സിമം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ചെറിയ രീതിയിൽ ആൾക്കാരുടെ പാർട്ടിസിപ്പേഷനോട് കൂടിയൊക്കെ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രീസാണ് നമ്മൾ ഈ കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പിന്നെന്താണ്? മൈക്രോ ബിസിനസ് ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്. ദെൻ ട്രേഡിംഗ് യൂണിറ്റ്സ്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് താരതമ്യേന എന്താണ് ഒത്തിരി ഗവൺമെൻറ് സപ്പോർട്ട്സ് അല്ലേ. നമുക്ക് ധാരാളം സ്മോൾ സ്കെയിൽ ബിസിനസ് യൂണിറ്റ്സ് ഉണ്ട്. നമുക്ക് അതിനൊക്കെ ഇപ്പം നിലവിൽ കൊയർ യൂണിറ്റ്സ് അങ്ങനെയുള്ള എല്ലാ കോട്ടേജ് ഇൻഡസ്ട്രീസിനൊക്കെ ആയാലും തരും നമ്മൾക്ക് ഒരുപാട് ഗവൺമെൻറ് സപ്പോർട്ട്സ് കിട്ടുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഇതിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് വായിക്കുക. ഓക്കെ, പിന്നെ അതിന് വരുന്ന എന്താണ് പറയുന്നത് കുറേ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്സും ഇപ്പം നിലവിൽ അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒത്തിരി സപ്പോർട്ടിങ് സിസ്റ്റംസും സ്കീംസും ഒക്കെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സപ്പോർട്ടിങ് എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്. നമ്മളെ MSME അങ്ങനെയുള്ള കുറേ ഇൻഡസ്ട്രി സപ്പോർട്ട് കിട്ടുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പം അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. അതാണ് ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ്. മെയിൻലി എന്താണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സ്വന്തമായിട്ടൊരു ബിസിനസ്സിനെ ഓൺ ചെയ്യുകയും മാനേജ് ചെയ്യുന്ന ഒരു ചെറിയ ഒരു എക്കണോമിക് ആക്ടിവിറ്റിയിൽ എൻഗേജ് ആവുന്നതിന് നമ്മൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഓക്കെ.